ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. അവൾ അങ്ങനെ എന്തായാലും ഇന്നത്തോടു കൂടി കല്യാണി തീരും, തനിക്ക് തന്റെ ഭർത്താവായിട്ട് കിരണിനെ കിട്ടും, തന്റെ മകൾക്ക് അച്ഛനായിട്ട് കിരണിനെ കിട്ടും എന്നൊക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്താണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങള്, ഈ വന്ന വിക്രത്തിന്റെ കൂട്ടുകാരൻ പയസ് കുത്തുന്നത് ശാരിയെയാണ്. അങ്ങനെ കല്യാണി വാവിട്ട് കരഞ്ഞ് പെട്ടെന്ന് കിരണിനെയും രതീഷിനെയും വിളിച്ചു വരുത്തി നമ്മുടെ ശാരിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അതിനുശേഷം കിരൺ വന്ന് സരയുവിനോടും താരയോടും ഈ വിവരം വന്ന് പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുന്ന സരയു ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും സരയു, നീ വേഗം റെഡി ആയിക്കോ, ഹോസ്പിറ്റലിൽ ആരുമില്ല, അവിടെ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സരയുവിനെ റെഡിയാവാൻ പോകണ നേരത്ത് താരയുടെ മനസ്സിലുള്ള ആ വീർപ്പുമുട്ടൽ, എന്തുകൊണ്ടാണ് ആന്റിക്ക് ഇത്ര വിഷമം എന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് കിരൺ. പക്ഷേ ആ സമയത്തും നമ്മുടെ താര പേടിച്ച് നിൽക്കുകയാണ്. സരയുവിനെ കരഞ്ഞ് കാണിക്കുന്നുണ്ട്. അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, പറയാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് താരയെ വേഗം തന്നെ കണ്ണുനീര് തുടച്ചു നിൽക്കാണ് സരയു വരുന്ന കാണുമ്പോൾ. അങ്ങനെ സരയുവിനെയും കൊണ്ട് കിരൺ പോകുന്നുണ്ട്. അതിനുശേഷവും നമ്മുടെ താര മെസ്സേജ് അയക്കുകയാണ് കല്യാണിക്ക്, സൂക്ഷിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാഴ്ച കണ്ടിട്ട് വീണ്ടും കിരൺ താരയുടെ അരികിലേക്ക് വീണ്ടും ഇതിനെപ്പറ്റി ചോദിക്കാൻ വരുന്നുണ്ട്. അപ്പോഴും അവൾക്ക് പേടിയാണ് സരയുവിന്, അതുകൊണ്ട് തന്നെ അപ്പോഴും ഒന്നും തുറന്ന് പറയുന്നില്ല. പക്ഷേ കിരണിന്റെ മനസ്സിൽ ആ ഒരു സംശയം കൂടി വരികയാണ്. തന്നെയല്ല, സരയുവിനെ പേടിക്കുന്നതായിട്ട് കിരണ് തോന്നുകയും ചെയ്യുന്നുണ്ട്. താരയ്ക്ക് നല്ല പേടിയുള്ളതായിട്ട് തോന്നുകയാണ്. അതിന്റെ പുറകിൽ എന്താണ് എന്നുള്ള സത്യം കണ്ടെത്തണം. പിന്നെ ഇപ്പോ കല്യാണിയെ കൊല്ലാൻ വന്നത് ആരാണ്, അതും കണ്ടുപിടിക്കണം. കാരണം രതീഷൊക്കെ ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും കല്യാണിയെ അപകടപ്പെടുത്താൻ വന്നത്? കല്യാണിയെ അപകടപ്പെടുത്താൻ വന്നത് ആള് മാറി ശാരി ആന്റിയെ കുത്തിയതാണല്ലോ. അപ്പോ വിക്രത്തിന്റെ ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ഗംഗപ്രസാദിന്റെ ആൾക്കാരും, ആരായിരിക്കും ഇത് ചെയ്തത് എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരയുവിന്റെ മനസ്സിലുള്ള ആ വികൃതമായ മനസ്സ് ആർക്കും ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും വേറെ മാർഗമൊന്നുമില്ല, CCTV പരിശോധിക്കണം, എന്താണ് സംഭവിച്ചത്. അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിലും അവനെ പിടികൂടണമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന പയസ് അത് കൃത്യമായി തന്നെ ഈ CCTVയിൽ പതിയുന്നുണ്ട്. അവരങ്ങനെ നോക്കണ സമയത്ത് അങ്ങനെ ഇത് വിക്രത്തിന്റെ കൂട്ടുകാരനാണ് എന്ന് കിരണ് മനസ്സിലാവുകയും ചെയ്യുകയാണ്. എന്തായാലും അവനെ പിടികൂടണം, അവൻ ഇനി പുറത്തുണ്ടായാൽ ഇനിയും അപകടങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്തായാലും അവരെല്ലാവരും ചേർന്ന് ഈ പറയുന്ന പയസിനെ പിടികൂടുകയാണ്. പയസിനെ പിടികൂടിയിട്ട് അവനെ തല്ലിച്ചതച്ച്, എന്തിനാടാ നിന്റെ കൂട്ടുകാരൻ പോയി, ഇനിയും നീ എന്തിനാടാ ഈ പകയും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ച്, എന്റെ ഭാര്യയെ നീ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. എന്തായാലും ആ സമയത്ത് ഇത് എനിക്ക് കിട്ടിയ കൊട്ടേഷനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. കൊട്ടേഷനോ, ആര് തന്നതാണ് എന്ന് ചോദിക്കുകയാണ്. അത് പറയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും തല്ലിച്ചതയ്ക്കാണ്, പറയടാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ സമയത്ത് ഒരു മേഡമാണ് തന്നത്, സരയു എന്ന് പറയണ കേൾക്കുമ്പോൾ കിരൺ ഞെട്ടിപ്പോവുകയാണ്. സരയു എന്ന് ചോദിക്കുകയാണ്. അത് സാറേ, അവരാണ് എനിക്ക് പൈസ തന്ന് കൊട്ടേഷൻ തന്നത് എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പറയുന്ന പയസിനെ വിട്ടയക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും വലിയ ഷോക്കായി പോവുകയാണ്. പ്രത്യേകിച്ച് കിരണ് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അപ്പൊ കിരണ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. അത് ശരി, അപ്പൊ അതുകൊണ്ടായിരിക്കാം സരയുവിന്റെ ഓരോ നീക്കങ്ങളും താര മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് താരയുടെ മനസ്സിൽ വളരെ പേടിയും ഇടയ്ക്കിടയ്ക്ക് കല്യാണിയെ മെസ്സേജ് അയക്കുന്നതും. അതുപോലെ തന്നെ താരയ്ക്ക് അവളെ പേടി തോന്നും, താരയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് താരയ്ക്ക് എപ്പോഴെപ്പോഴും പേടി പറയാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി കിരൺ മനസ്സിലാക്കിയെടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഇവളുടെ നീക്കം കണ്ടെത്തുക തന്നെ വേണമെന്ന് കിരൺ മനസ്സിലാക്കുകയാണ്. കിരൺ എന്തായാലും നമ്മുടെ സരയുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ ശത്രു നമ്മുടെ കൂടെയുള്ള ആള് തന്നെയാണെന്ന് പറയുമ്പോൾ കിരണേട്ടൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നമ്മുടെ ശത്രുക്കളെല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ കൂടെ ഒരു വലിയൊരു ശത്രു ഉണ്ട്, അതാ സരയുവാണ് എന്ന് പറയാണ്. അവൾ എന്തിനാ കിരണേട്ടൻ നമ്മളെ ഉപദ്രവിക്കുന്നത്?
കിരണേട്ടൻ അയാൾ പറഞ്ഞത് നുണയായിരിക്കും, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അവളെ കുഞ്ഞിനെ അവളെ 2 അമ്മമാരെയും നമ്മളല്ലേ സംരക്ഷണം നൽകിയിരിക്കുന്നത്, അവൾക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി നൽകി, എന്തെല്ലാം, പിന്നെ എന്തിനാ അവൾ നമ്മളെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അറിയില്ല, അത് കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സരയുവാണെങ്കിൽ ശാരിയുടെ അരികിൽ, അപ്പോൾ ശാരിക്ക് ബോധമൊക്കെ തെളിയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം എന്നിങ്ങനെ ചോദിക്കുകയാണ്. മോളെ, ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരുന്നു, വാതിൽ അവന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു, ഞാൻ തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇരുട്ടത്ത് അവിടെ ഇറങ്ങി നടന്നത്, എവിടെയെങ്കിലും പോയി കിടക്കായിരുന്നില്ലേ, റൂമിലെങ്ങാനോ ഇരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സരയു ദേഷ്യത്തോടു കൂടി. അല്ലാതെ വളർത്തമ്മയ്ക്ക് രക്ഷപ്പെട്ടതിലോ എന്നുള്ള ആ ഒരു സാരമില്ല, അവൾക്ക് അങ്ങനെയുള്ളൊരു വിഷമോ കാര്യങ്ങളല്ല ഉള്ളത്. കല്യാണിയെ കൊല്ലാൻ പറ്റിയില്ല, ആ ഒരു ദേഷ്യമാണ് ശാരിയോട് തീർക്കുന്നത് നമ്മുടെ സരയു. അങ്ങനെ ആ സമയത്ത് മോളെ, ഈ കിടക്കുന്ന അവസ്ഥയിലും നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ, ആ കല്യാണി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എവിടെയായിരുന്നേനെ, എന്റെ ജീവന് അവളാണ് ഇപ്പൊ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് വന്നത്, കല്യാണിയും കിരണും എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങളെന്താ അവരുടെ ഭാഗം ചേരാണോ, അതിനെന്താ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കിടന്ന കിടപ്പിൽ വെച്ചിട്ട് നമ്മുടെ ശാരിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. മോളെ വിട് എന്ന് പറയുകയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിലേ നിങ്ങളെ ഞാനായിരിക്കും പരലോകത്തേക്ക് അയക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ശാരിയോട് തർക്കിച്ചു നിൽക്കുകയാണ് സരയു. അങ്ങനെ അതിനുശേഷമാണെങ്കിലും ശാരിക്കും ഭയങ്കര വിഷമാവാണ്. കാരണം ഇവളെ എതിർക്കാൻ പറ്റുന്നില്ല, ഒരു സത്യം ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ കിരൺ തന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തുറന്ന് അറിഞ്ഞിരിക്കുകയാണ് എന്ന് സരയുവിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ സരയു വീണ്ടും സ്നേഹം നടിച്ച് കല്യാണിയോടും കിരണിനോടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തും അവരുടെ മനസ്സിൽ ഇവളോട് ദേഷ്യമാണ്. അപ്പോൾ ഇവളുടെ അഭിനയം കണ്ടിട്ട് അവർക്ക് മനസ്സിൽ വെറുപ്പ് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ കിരൺ വേഗം തന്നെ താരയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, ആന്റി എന്താണ് സംഭവിച്ചത്, ശാരി ആന്റിക്ക് എങ്ങനെയാണ് കുത്തേറ്റത്, ആരാണ് കല്യാണിയെ കൊല്ലാൻ ഏൽപ്പിച്ചത്, സരയു ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് താര ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ആന്റിക്ക് എല്ലാം അറിയാം, ആന്റി എന്തിനാണ് മകളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്, മകൾ തെറ്റിലൂടെ പോകുമ്പോൾ സ്വന്തം അമ്മയായിട്ടുള്ള ആന്റിയല്ലേ അത് തിരുത്തേണ്ടത്, അവളെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതോടത്തോളം കാലം അപകടത്തിലേക്ക് എല്ലാവരും അപകടം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കിരണിന്റെ മുന്നിൽ മാപ്പ് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് താര. എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാരില്ല, എന്തായാലും അവളെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അവള് ഇതുപോലെ വീണ്ടും ഇനിയിപ്പോ ആരെയും ആശ്രയിക്കാനില്ല, കല്യാണിയെ നേരിട്ട് കൊല്ലാൻ തുടങ്ങുമ്പോഴായിരിക്കും അവൾക്ക് കൊല്ലാൻ സാധിക്കില്ല. അവളെ തല്ലി ചതയ്ക്കുന്നുണ്ട് ഈ പറയുന്ന കിരൺ. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താടി, നീ എന്തിനാടി ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവള് ഭ്രാന്ത് പിടിച്ച പോലെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അവള് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം, എന്റെ ജീവിതത്തിൽ ഇവളാണ് ഒരു കരടായി കിടക്കുന്നത്, ഇവള് നിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം താറുമാറായത്, അതുകൊണ്ട് ഇവള് പോകണം, എന്നിട്ട് നമുക്കൊന്നിച്ച് ജീവിക്കണം, എന്റെ കുഞ്ഞിന് ഒരു അച്ഛൻ വേണം എന്നിങ്ങനെ പറഞ്ഞ് ആകെ കല്ല് തുള്ളി അങ്ങനെ രോഷം കൊള്ളുകയും അവളെ അങ്ങനെ തല്ലി ചതയ്ക്കുകയും ചെയ്യുന്നൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.